ഇന്ദുജയ്ക്ക് ആരായിരുന്നു അജാസ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. ഇന്ദുജയും അഭിജിത്തും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസത്തോളമായി. നവവധു പക്ഷേ ഭർത്തൃ വീട്ടിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. അവരുടെ ദേഹത്ത് ഒട്ടനവധി മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അജാസുമായിട്ട് വലിയൊരു ബന്ധത്തിലുമായിരുന്നുവോ ഇന്ദുജ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ദുജയുടെ കാര്യം, ഇന്ദുജ തൂങ്ങി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് എല്ലാ തെളിവുകളും എല്ലാ സാഹചര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ദുജമാർ ഒരുപാട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നത്. കാരണം കേരളത്തിൽ ഒട്ടേറെയായി ഈ ഭർത്തൃ വീട്ടിലെ പീഡനം മൂലം ആളുകൾ മരിക്കുന്ന പെൺകുട്ടികൾ ജീവൻ ഒടുക്കുന്ന, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ജീവൻ ഒടുക്കുന്ന ഒരു വിനാശകരമായ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും പുരോഗമിച്ച കേരളമൊക്കെയാണ്, പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഈ മരണ വാർത്തയാണ്. ഇവിടെ സംഭവിച്ചത് ഈ തിരുവനന്തപുരം പാലോടാണ് സംഭവം. പാലോട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ലാബിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയാണ് ഇന്ദുജ. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അഭിജിത്ത്. 25 വയസ്സാണ് ഇന്ദുജയ്ക്ക്. 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ആലോചിക്കണം. അപ്പോൾ 25 വയസ്സുകാരിയായിട്ടുള്ള ആ കുട്ടി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എത്രയോ കാലം ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു ആദിവാസി പെൺകുട്ടിയാണ്. ഇതിൽ കുറേ ദുരൂഹതകളുണ്ട് ഗൗതം, ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ഇത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആദിവാസി പെൺകുട്ടിയായിട്ടുള്ള ഇന്ദുജയെ അഭിജിത്ത് പ്രണയിക്കുന്നു. അഭിജിത്തും ഇന്ദുജയും തമ്മിൽ കുറച്ച് കാലങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു എന്നുള്ളത് സത്യം. ഒരു സുപ്രഭാതത്തിൽ ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അഭിജിത്ത് കൊണ്ടുപോവാണ്. എന്നിട്ട് അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നു. അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നത് ഓക്കെ, പക്ഷെ 4 മാസമായിട്ടും ആ വിവാഹം നിയമപരമായി അവർ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നത് അവിടെ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തെളിവ് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അത് രജിസ്റ്റർ ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു നിയമമുണ്ട്. ആ നിയമം അവർ പാലിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അമ്പലത്തിൽ വലുത് രജിസ്റ്റർ ചെയ്തോ എന്നുള്ളതും സംശയമാണ്. അത് പുറത്തു വരേണ്ട കാര്യമാണ്. ഈ വിവാഹത്തിന് ശേഷം, അതായത് അഭിജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം ഇന്ദുജ മാനസികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്ന് കുടുംബക്കാരോട് അങ്ങനെയാണ് പറയുന്നത്. അതെ, വീട്ടുകാർ പറയുന്നുണ്ട്. അവരുടെ സഹോദരൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വീട്ടിൽ പോയപ്പോൾ വീട്ടുകാർ ഇവരുടെ ദേഹത്ത് അനവധി മുറിവുകൾ കണ്ടു. മുഖത്ത് അടിയുടെ എന്തോ പാട് പോലെയൊക്കെ കണ്ടു. അപ്പം വീട്ടുകാർ ചോദിച്ചപ്പം ഇന്ദുജ പറഞ്ഞത് ബസ്സിൽ നിന്ന് വീണു, അങ്ങനെ കളവ് പറയുകയായിരുന്നു എന്നാണ് ഇപ്പം സഹോദരനടക്കം ഇപ്പോൾ പറയുന്നത്. അപ്പം അവര് ഇപ്പം ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതൊരു ആത്മഹത്യ അല്ല. കാരണം ഇന്ദുജ വളരെ സ്ട്രോങ് ആണ്, ഒട്ടനവധി പ്രശ്നങ്ങളെ നേരിട്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന പരിപൂർണ വിശ്വാസത്തിലാണ് കുടുംബം ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജാസ് ആരാണ് എന്നുള്ളതാണ്. അജാസും അഭിജിത്തും. അജാസ് എന്ന് പറയുന്ന വ്യക്തി, അതെ, അതാണ്. അജാസും അഭിജിത്തും അടുത്ത സുഹൃത്തുക്കളാണ്. അജാസ് ഇന്ദുജയെ മർദ്ദിക്കുകയും ചെയ്തു. കാറിൽ നിന്ന്. അതിൽ മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അജാസിന് കുറച്ചു കാലമായിട്ട് ഈ ഇന്ദുജയുമായിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു, അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവർ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതല്ല, മറ്റൊരു സംശയങ്ങൾ ഉയർന്നു വരുന്നത്, ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി, കുറച്ച് അധികം പണമുള്ള, കുറച്ചധികം നല്ല സൗകര്യമുള്ള ഒരു വീട്ടിലെ ആളാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്നത്. ഒരു ആദിവാസിയെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം കൊന്നുകളഞ്ഞതായിരുന്നോ എന്നുള്ള സംശയങ്ങൾ പല ഭാഗത്തു നിന്നും സംശയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. കാരണം ഈ അജാസും മറ്റേതെങ്കിലും രീതിയിൽ ഇന്ദുജയെ ഉപയോഗിച്ചു വരികയായി. അതെ, അതായത് അജാസും അഭിജിത്തും പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ദുജയെ ഒരു പ്രണയ പ്രകടനമായിരുന്നു, അല്ലെ പ്രണയ നാടകമായിരുന്നോ ഇത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അങ്ങനെ ഒരു പ്രണയ നാടകമാണ് ഇവർ ചെയ്തതെങ്കിൽ ഇവരെ ഇത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത്തരത്തിൽ എത്രമാത്രം ക്രൂരതയാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നാണ്. എന്തും നടക്കുമെന്നുള്ള നിലപാടിലേക്കാണോ പോകുന്നതെന്നാണ് സംശയിക്കേണ്ടത്. കാരണം അജാസ് കാറിൽ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു. അജാസ് മർദ്ദിക്കണമെങ്കിൽ അജാസ് ഒരു സുഹൃത്താണ്. അജാസ് ഒരു സുഹൃത്ത് മാത്രമാണ്. ഭർത്താവിനാണ് ഏറ്റവും വലിയ അധികാരം. അപ്പൊ അങ്ങനെ ഇരിക്കെ അജാസ് ഇന്ദുജയെ എന്തിനു മർദ്ദിക്കുന്നു? അതെ, ഭർത്താവിന് ഇന്ദുജയെ മർദ്ദിക്കാൻ അവകാശമുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ
അല്ല ക്ഷമിക്കണം, അഭിജിത്തിന് ഭർത്താവാണെങ്കിലും ഇന്ദുജയെ മർദ്ദിക്കാനുള്ള അവകാശമില്ല. പക്ഷേ ഈ പറയുന്ന അജാസ് എന്ന് പറയുന്ന അഭിജിത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്നു. ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഇത് അഭിജിത്തിന് അറിയാമെന്നും പറയുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇവർ തമ്മിൽ ഒരുമിച്ച് പോകുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദം വളരെ ഡീപ്പായിട്ട് നിലനിൽക്കുന്നു. അവിടെ നിന്നാണ് ഈ പെൺകുട്ടി മരണത്തിലേക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു പ്രണയ നാടകം നടത്തി ഈ പെൺകുട്ടി വിവാഹം ചെയ്ത് അവരുടെ ഇംഗിതങ്ങൾക്ക് ഉപയോഗിച്ച് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്, ആദിവാസി ഖാണി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഖാണി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇവർ പ്രണയ നാടകം തന്നെ നടത്തിക്കൊണ്ട് ഒരു കല്യാണം കഴിച്ച ശേഷം രണ്ടുപേരും ഉപയോഗിച്ച ശേഷം ഇല്ലാതാക്കി. അങ്ങനെയാണോ സംഭവിച്ചത് എന്നതാണ് സംശയം. അത് വെറുമൊരു സംശയമായിട്ട് കരുതേണ്ടതല്ല. തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നത് അജാസും അഭിജിത്തും ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അജാസും ഇന്ദുജയും നിരന്തരമായിട്ട് ചാറ്റുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഫോൺ വഴി ഇവർ ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അജാസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ, ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരായപ്പോൾ മൊത്തം ചാറ്റ് ഹിസ്റ്ററിയും മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. മാത്രമല്ല ഇന്ദുജയുടെ ഫോണിൽ മൊത്തമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ ഒരു സംഗതി ഇരുവർക്കും ഒളിപ്പിച്ചു വെക്കാനുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഒളിപ്പിച്ചു വെക്കാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്ത കുടുംബക്കാരോട് പോലും ഇന്ദുജ ഈ കാര്യം തുറന്നു പറയാതിരുന്നത്. എന്തുകൊണ്ട് ഇന്ദുജ കുടുംബക്കാരോട് ഈ കാര്യം തുറന്നു പറഞ്ഞില്ല? ഒരു സ്ത്രീയാണെങ്കിൽ തനിക്ക് ഏതെങ്കിലും രീതിയിൽ തന്നെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ പറയേണ്ടതല്ലേ? പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ കൂട്ടുകാരനും ചേർന്ന് തന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പെൺകുട്ടിക്ക് പറയാൻ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന്. രണ്ടാമത്തത് അജാസും ഇന്ദുജയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും ചേർന്ന് വേറെന്തിനെങ്കിലും ഈ കുട്ടിയെ പ്രേരിപ്പിച്ചുവോ, അങ്ങനെയാണെങ്കിൽ അതും പറയാൻ വല്ലാതെ ഭയമായിരിക്കും. കാരണം ഒരു പ്രത്യേക ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനിൽ പെട്ട ഒരാളുമായിട്ട് ഇങ്ങനൊരു എന്തായാലും ഒരു റിലേഷനിൽ പെട്ടു, ആ റിലേഷൻ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് തുറന്നു പറയാൻ പറ്റുക? അതൊരു സത്യമല്ലേ? നമ്മളിപ്പോൾ ഈ മരണപ്പെട്ട പെൺകുട്ടിയെ മാറ്റി നിർത്താം, പാവപ്പെട്ട ആ പെൺകുട്ടിയെ മാറ്റി നിർത്താം. ആ പെൺകുട്ടി ദാരുണമായി മരണപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒളിപ്പിച്ചു വെക്കാനുണ്ടായിരുന്നുവോ? അതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിന്റെ പുറത്ത് ഒളിപ്പിച്ചു വെക്കാനുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് ഇവർ ചെയ്ത കാര്യം ഈ പറയുന്ന ഞാൻ അവരെ പറയാൻ പറ്റാത്ത എന്തോ ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. അല്ല, അതവരുടെ പ്രൈവസി. എനിക്ക് ഓക്കെ, ഞാനത് വിട്ടു. ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കാതെ തന്നെ ഞാൻ ചോദിക്കട്ടെ. ഈ അജാസും അഭിജിത്തും സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഗൗതം പറഞ്ഞതുപോലെ അവരുടെ ചാറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്ദുജയുടെ ഫോണ് അവർ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫോർമാറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ 3 പേരുടെയും ഫോണുകൾ ഫോർമാറ്റ് ഈ പറയുന്ന പോലെ ക്ലിയറും ചെയ്യണമെങ്കിൽ ഇവർക്ക് ഈ തരത്തിൽ ഇവർക്ക് 3 ഭയമുണ്ടായിരുന്നു. അജാസും അഭിജിത്തും തമ്മിൽ എല്ലാ കാര്യത്തിലും ധാരണയുണ്ടായിരുന്നു എന്നാണ് നമുക്ക്. ഇല്ലെങ്കിൽ ഒരേ സമയം ഇതിങ്ങനെ സംഭവിക്കില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 ഇവർ ആത്മഹത്യ ചെയ്ത കാര്യം ഈ അഭിജിത്ത് കാണുന്നത് ആ വീട്ടിൽ ഇവരുടെ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഒറ്റയ്ക്കായിരുന്നു. അതായത് അജാസ് വീട്ടിലേക്ക് അഭിജിത്ത് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പം മുകളിലത്തെ മുറിയിൽ ജനാലിൻ്റെ അടുത്താണ് ഇവർ തൂങ്ങി മരിച്ചതായിട്ട് കാണുന്നത്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ദേഹത്ത് മുറിവുകൾ, മുഖത്ത് പാടുകൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ഈ കുട്ടിയെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാക്കുകയും ക്രൂരമായ ഒരു എന്താണ് പറയുക, നമ്മളെ ഒരു മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതിൻ്റെ പുറത്താണോ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ തന്നെ അത് ആത്മഹത്യ ചെയ്തത്? അങ്ങനെ ഒരു കുട്ടിയെ കുടുംബം ഇത് ആരോപിക്കുകയാണ്. കുടുംബം ഇവർ മാനസികമായിട്ട് എൻ്റെ മകൾ ഭർത്ത് വീട്ടിൽ പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. ആ കുടുംബത്തിലെ ഏതാനും ആളുകൾ ആരോപിക്കുന്നു. അപ്പം അവർക്ക് വിശ്വാസമില്ല. മാത്രമല്ല അഭിജിത്ത് പലപ്പോഴും ഈ ഇന്ദുജ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അനുമതി നൽകിയിരുന്നില്ല. നീ പോകണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. എന്തിന് അത് ചെയ്യുന്നു? ഇവള് വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ തുറന്നു പറയുമോ എന്ന ഭയം അഭിജിത്തിനുണ്ടായിരുന്നു. അല്ല, ഈ പെൺകുട്ടി അവിടെ ക്രൂരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മളിനി എന്താണ് ഇവിടെ പോയി ഇതൊന്നും വെക്കണ്ട. അതായത് അത് ഉറപ്പാണ്. പാഴൂർ പഠിപ്പുര വരെ പോയിട്ട് നമ്മൾ ഈ ജ്യോതിഷമൊന്നും വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമാണ്.
കാരണം ഇല്ലെങ്കിൽ ആ പാട് വരില്ല എന്ന് മാത്രമല്ല, അവരെ അഭിജിത്ത് തന്നെ കൃത്യമായി സമ്മതിച്ചിരിക്കുന്നു അജാസ് കാറിൽ വെച്ചിട്ട് ഇന്ദുജയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളത്. ഇവിടെ ദുരൂഹമായിരിക്കുന്നത് ഇവർ എന്തിനു വേണ്ടി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, ഇതൊരു പ്രണയ നാടകമായിരുന്നുവോ, അങ്ങനെയാണെങ്കിൽ എന്താണ് അജാസുമായിട്ടുള്ള ബന്ധം, ഇനി അവർ തമ്മിൽ മെസ്സേജ് അയക്കുന്നതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ മെസ്സേജ് അയക്കുന്നതൊന്നും പ്രശ്നമല്ല. പക്ഷേ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഇവരെന്തിന് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, ഇതൊക്കെ ഒരു വലിയ ചോദ്യം. അജാസ് ഇവരെ മർദ്ദിച്ചു, എന്തിനു മർദ്ദിച്ചു, ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള നിരവധിയായ പ്രണയം ചതികൾ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അവളെ തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് അല്ല അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഒരു എല്ലാ കാര്യങ്ങളിലും കൃത്യമായൊരു ധാരണ വെച്ചുകൊണ്ട് പോകേണ്ടിടത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ ദുഃഖകരമാണ്. അതെ.